വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലേറ്റസ്റ്റ് റീല് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ആ അൺബോക്സിങ് വീഡിയോ സാധനമായിരുന്നു, എൻ്റെ ഹോളി കമ്മ്യൂണിറ്റി ഗിഫ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ അപ്പോഴേ പറയായിരുന്നു. അപ്പോൾ ആ റീല് കാണാത്തവർ ആ റീലൊന്ന് പോയി കണ്ടിട്ട് ഇതുവരെ ഞാൻ ആ റീലിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സും ആ സമയത്ത് എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടായിരുന്നു എൻ്റെ ഹോളി കമ്മ്യൂണിയൻ ആയിരുന്നു സമയം കിട്ടിയില്ല. ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞു, ഇന്ന് 27 എന്നിട്ട് ഇപ്പോഴാണ് സമയം കിട്ടണത്. അപ്പം ഇന്ന് ഞാൻ വിശദീകരിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ ഇന്ന് പറയുമെന്ന് പറഞ്ഞായിരുന്നു. ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം അവിടെ ചിന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിനി കൂടുതൽ സംസാരിച്ചൊന്നും ഇരിക്കണ്ടല്ലോ. എന്തൊക്കെയാണ് ഇന്നത്തെ കാണാം. ഓക്കെ, നേരത്തെ വീഡിയോയിലേക്ക് പിന്നിടല്ലോ. അത് ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ടോട്ടലി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് 56 ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ വേറെ ഇത്രയൊക്കെ ആയിരുന്നു, ഇപ്പോൾ 56 ആയിരുന്നിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് പതുക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നീക്കി ഒന്ന് 100-ലെത്തുമ്പോൾ ഒരു ഗിവ് വേണ്ടെന്നും ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്തോട്ടോ. നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം ഞങ്ങൾക്ക്. പിന്നെ ആ റീലും ലൈക്ക് ചെയ്യണം, എൻ്റെ ഈ വീഡിയോയും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ എന്താണ് ഗിവ് അവേ ചെയ്യേണ്ടത്, എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ ചെറിയ സാധനങ്ങൾ സജഷൻ ഉണ്ടെങ്കിൽ സജഷൻസ് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തണേ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുറന്നു ഇതിനകത്ത് ഒരു എൻവലപ്പാണ്. എൻവലപ്പിൽ ടേപ്പ്, വാഷി ടേപ്പ്, സാധനങ്ങൾ, റൈറ്റിങ്സ്, അങ്ങനെ കുറേ ഉണ്ട്. ഇങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് മിൽക്കി വേ മൂൺലൈറ്റ്, ഡാൻസ് ഇൻ ദ മൂൺലൈറ്റ്, മിൽക്കി വേയാണ്. ഇത് കുറേ ഭാഷയിലാണ്. ജാപ്പനീസാണ്. ജാപ്പനീസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയാണ് പേജസ്, ഇങ്ങനെയാണ് വരുന്നത്. ഈ സാധനമുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ലെറ്റേഴ്സ് ഫോർ യു, ഒരു എൻവലപ്പ് ഉണ്ട്. ഒരെണ്ണമല്ല, 2 കേട്ടോ എൻവലപ്പ്. നൈസ് ലൈഫിൻ്റെ 2 എൻവലപ്പ് ഉണ്ട്. 2 എൻവലപ്പ്. പിന്നെ ഉള്ളത് സ്റ്റിക്കർ. ഇത് ഗം വെച്ച് ഒട്ടിക്കാം. പിക്ചറാണിത്. പിന്നെ ദേ ഇവിടെ മെമ്മോ പാഡ്. പിന്നെ ഇതിൻ്റെ അകത്ത് മെമ്മോ പാഡ് വരും, വണ്ടർഫുൾ ഡേയുടെ ചെക്ക് ലിസ്റ്റ് വരും. പിന്നെ ചെറിയൊരു നോട്ട് പാഡ് പോലത്തെ സംഭവങ്ങളൊക്കെ വരും. ഇതും നമുക്കിവിടെ വയ്ക്കാം. പിന്നെ ഇവിടെ ഉള്ളത് ഇതും വാഷി ടേപ്പ്. 2 വാഷി ടേപ്പ് ഉണ്ട്. വാഷി ടേപ്പിൽ ഫീൽസ് ലൈക്ക് ഐ ആം വാക്കിംഗ് ഓൺ ദ ക്ലൗഡ്സ്. ആ വാഷി ടേപ്പ്. പിന്നെ സ്റ്റാമ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. സ്റ്റാമ്പ് നമുക്ക് അവിടെ ഇവിടേക്ക് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ സ്റ്റിക്കറുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം ഞാൻ ഉപയോഗിച്ചായിരുന്നു. സാധാരണ സ്റ്റിക്കർ കിട്ടും, പിക്ചേഴ്സ് കിട്ടും. നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ജേണലിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പം ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഇതാണ്. ഇതും പിക്ചറാണ്. ഇത് നമുക്ക്
നടുക്ക് ഇങ്ങനെ വെക്കാം. ഒരു ഇത് വെച്ചിട്ട് നടുക്ക് ഇങ്ങനെ വെക്കണം. നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിനടുക്ക് ഓരോന്നൊക്കെ എഴുതി കൊടുക്കാം നമുക്ക്. അങ്ങനെ ഇത് അവിടെ വെക്കാം. പിന്നെ ഇത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ച് കൊടുക്കില്ല. അവിടെ ഇവിടെയൊക്കെ ഇത് വെറുതെ കളർ ഷെയ്ഡ്സ് ആണ്. ഇത് പിക്ചേഴ്സ് ആണ്, പിക്ചറാണ്. അങ്ങനെ ഇതും അവിടെ വെച്ചിട്ടുണ്ട്. ഇതും പിക്ചേഴ്സ്. പക്ഷേ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ്. പിക്ചർ 2 3 ഉണ്ട്. ഇത് 2 പിന്നെ ഇത് വെറുതെ കളറായിട്ട് കാണിക്കാൻ വേണ്ടി കാണിക്കണ്ട. ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് പിക്ചേഴ്സാണ്. ഇത് നമുക്ക് അളവിലൊക്കെ ഒട്ടിക്കാം. ഇതിനകത്ത് നമുക്ക് ഗം വേണ്ട കേട്ടോ. ഇതിനകത്ത് ഓൾറെഡി ഗം തേച്ചിട്ടാണ് അവർ തന്നേക്കുന്നത്. ഇവിടെ എന്തോ ഡോറ് പോലെ സാധനം. പിന്നെ ഇത് എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. ഇതും സ്റ്റിക്കറാണ്. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെക്കാം. പിന്നെ ഈ സാധനം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പേജുണ്ട്. വേറെ ഉണ്ട് ഒരു ഷീറ്റ് ഉണ്ട് കേട്ടോ. 2 ഷീറ്റുണ്ട്. 2 ഭാഷയാണ്. ഈ ഭാഷ ഇംഗ്ലീഷിലും കളേഴ്സിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതേ സെയിം അർത്ഥം വരുന്ന ജാപ്പനീസിൽ എഴുതിയിട്ടുണ്ട്. കളേഴ്സ് ഉണ്ട്. വേറെ പിക്ചർ വേറെ ഉണ്ട്. പിന്നെ പേജ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനത്തിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചോളൽ കിറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇനി 100 സബ്സ്ക്രൈബ് ആകുമ്പോൾ ഗിവ് എന്താണ് തരുന്നതിനുള്ള സജഷൻസ് ഒന്ന് കമൻറ്റ് ബോക്സിലിടണം. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.